ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ മാഗി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റോൾസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മാഗി പലതരത്തിൽ കഴിക്കാറുണ്ട്, പക്ഷേ ഇതേപോലെ സ്നാക്സ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ ഒരു കുഞ്ഞ് പാക്കറ്റ് മാഗിയിൽ നിന്ന് ഒരുപാട് സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റിൽ നിന്നൊക്കെ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്നാക്സ് റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. നമ്മുടെ മാഗിയുടെ മസാലയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കൂടെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർക്കാം. നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റും തക്കാളിയും അതേപോലെ തന്നെ സവാളയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് ചൂട് കയറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോവണ്ട, മീഡിയത്തിലിട്ട് നന്നായിട്ട് ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മാഗിയുടെ ഒരു കുഞ്ഞ് പാക്കറ്റ് ഉണ്ടല്ലോ, അത് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മുടെ മാഗി മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാഗിയുടെ ഉള്ളിലൊക്കെ കിട്ടുന്ന മസാല അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരൊറ്റ മാഗി മസാലയുടെ ടേസ്റ്റ് മാത്രമായിട്ടോ ഇതിനകത്ത് നിൽക്കുന്നത്, വേറെ പൊടികളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ശരിക്കും ഈ വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെ ചെറിയൊരു പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ വെജിൻ്റെ ആട്ട നൂഡിൽസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ മാഗി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് മിക്സാക്കി നമ്മുടെ ഈ മാഗി നല്ലതുപോലെ ഒന്ന് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് മാഗി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതിരുന്നത്. ഇത് മതിയാകും. അപ്പോൾ നമ്മുടെ മസാല അവിടെ നിന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു ബൗളിലേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സാക്കി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ലൂസായിട്ടുള്ള പരുവത്തിൽ ആക്കിയെടുക്കാം. നമ്മൾ ശരിക്കും അപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലതുപോലെ തന്നെ ലൂസായിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഷീറ്റായിട്ട് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മാഗി മസാലയാണെങ്കിലും നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ തീ ചൂടൊന്നാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൻ്റെ വലുപ്പത്തിന് വേണം നമ്മൾ ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി വലിയ പാൻ വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി വലിയ ഷീറ്റ് നമുക്ക് കിട്ടും. ചൂടായി വന്നതിനകത്തേക്ക് ഞാൻ ഓരോ തവി വീതം വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മാവ്. അതിനുശേഷം ഇതേപോലെ പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഗ്യാസ് ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി, പെട്ടെന്ന് ഇങ്ങ് റെഡിയായി വന്നോളും. ഒട്ടും തന്നെ കനമൊന്നും ഇല്ലാത്തതുകൊണ്ട്. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നോക്കിയാണെങ്കിലും ഇതേപോലെ പതുക്കെ ഇങ്ങ് വിട്ട് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള പരുവെന്ന് പറയുന്നത്. അതിനുശേഷം കൈവച്ച് ഇതേപോലെ പതുക്കെ ഇങ്ങ് എടുത്താൽ മതി. അടുത്തതും നമുക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ നമ്മുടെ ഷീറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വലിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഷീറ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ ചൂടുണ്ടാവും. അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിച്ചിട്ട് വേണോട്ട് എടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാ ഷീറ്റും. ഇനിയിപ്പോൾ നമുക്കൊന്ന് റോളാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഷീറ്റിൻ്റെ നടുക്കിലേക്ക് നമ്മുടെ മാഗി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഷീറ്റിൻ്റെ വലിപ്പം നോക്കിയിട്ട് വേണം നമ്മുടെ മാഗി ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയ ഷീറ്റിൽ ഒരുപാട് മാഗി വന്നു കഴിഞ്ഞാൽ ഇതിങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ മൈദ മിക്സ് ചെയ്തപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ സൈഡിലൂടെ നമ്മളൊന്ന് പറ്റി കൊടുത്തത്. അതിനുശേഷം ഒന്ന് റോൾ ചെയ്യാനായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 2 സൈഡിലും പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇങ്ങ് പുറത്തേക്ക് വിട്ട് വരില്ല. അതിനുശേഷം ഇതേപോലെ പതുക്കെ ഇങ്ങ് ഒന്ന് റോളാക്കി എടുക്കുക. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ റോൾസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വലുതാണെങ്കിൽ അത്രയും കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ ഈ ഷീറ്റിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാഗിയും അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്കിങ്ങ് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാഗിയും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ റോളും മുട്ടയിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്ത് നമുക്കിങ്ങ് എടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ കോട്ട് ചെയ്തെടുക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് എല്ലാ റോളും ഇതേപോലെ പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബ്രെഡ് ക്രംസിൻ്റെയും അതേപോലെ തന്നെ മുട്ടയുടെയും കോട്ടിങ് കൂടി വന്ന് ഫ്രൈ ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മൈദ ഉപയോഗിച്ച് ഷീറ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെ ബ്രെഡ് എടുത്താലും മതിയാവും. അപ്പം നമ്മുടെ ഈ ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ബ്രെഡ് ഇരിക്കുന്ന ചെറിയൊരു കനത്തിലാവുമല്ലോ, അതിനുശേഷം നന്നായിട്ട് പരത്തിയതായി ഈ ഒരു കനത്തിലാക്കി വെക്കുക. ഇനി നമ്മുടെ ഈ ബ്രെഡിൻ്റെ നടുക്കിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാഗി മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് മാഗി വെക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒട്ടും തന്നെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൈദയുടെ മിക്സ് എല്ലാ സൈഡിലേക്കും അങ്ങ് ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ കറക്റ്റായിട്ട് തന്നെ ഉള്ളിൽ ഫില്ലിങ് ഇരുന്നോടും. അടുത്ത ബ്രെഡും ഇതേപോലെ തന്നെ നന്നായിട്ട് പരത്തിയതിന് ശേഷം മുകളിൽ വെച്ച് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 സൈഡും ഇതേപോലെ ഒന്ന് മുറുക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പുറത്തേക്ക് നമ്മുടെ ഈ മസാല വിട്ടുപോരില്ല. കേട്ടോ, ശരിക്കും നന്നായിട്ട് തന്നെ പ്രസ്സായി വന്നോളൂ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മുട്ടയിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കി നമുക്ക് ഒന്ന് കോട്ട് ചെയ്തും കൂടി എടുക്കാം. അത് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. ബ്രെഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഏതാണോ എളുപ്പം അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളിൽ ഫില്ലിങ് വെച്ച്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ റെഡിയാക്കുന്നത് നമ്മുടെ റോളാണ്. അത് നമുക്ക് ഓരോന്നങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് ഇട്ട് നമുക്കിത് 2 വശവും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതേപോലെ 2 വശവും റെഡിയായി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുത്ത് അങ്ങ് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഒന്ന് വെന്ത് വന്നതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഒരുപാടങ്ങ് വേവേണ്ട താമസമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി ആ കോട്ടിങ്ങൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. അടുത്തതാണ് നമ്മൾ ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുക്കുക. ഒരു വശം റെഡിയായി കഴിയുമ്പോൾ 2 വശം മറിച്ചിട്ട് നമുക്ക് അതും ഇങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാഗി ഫില്ല് ചെയ്തിട്ടുള്ള സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഉപയോഗിച്ചും അതേപോലെ തന്നെ റോളായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്നാക്സ് ഒരുപാടങ്ങ് തണുത്ത് പോയിട്ട് കഴിക്കാനായിട്ട് നിൽക്കരുതേ. ഒരു ചെറു ചൂടോടുകൂടി നമ്മുടെ ടൊമാറ്റോ സോസോ ചില്ലി സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. കൂടെ തന്നെ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഏത് സ്നാക്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതേപോലെ റെഡിയാക്കി നോക്കി നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.